എൻ്റെ വണ്ടി ആക്സസ് 125 ഞാൻ തന്നെ ഫുള്ള് റീസ്റ്റോർ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. റീസ്റ്റോറിങ് പെയിൻറ്റിങ് മാത്രമാണ് കേട്ടോ. പെയിൻറ്റിങ് ഒരു 75% അടിപൊളിയായിരിക്കും. ബാക്കി നിങ്ങൾ കണ്ടിട്ട് വേണം. കുറച്ചും കൂടി ക്ലിയറായിട്ട് മനസ്സിലാവണേ ഇത് കണ്ടില്ലേ, നമ്മൾ റിമ്മിൻ്റെ മൊത്തം നല്ല ക്ലിയറൊക്കെ അടിച്ച് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് വശം രണ്ട് സൈഡ് നോക്കിക്കോളൂ. അത്ര വലിയ പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും അത്യാവശ്യം നല്ല സൂപ്പറാക്കിയിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വീല് നല്ല കണ്ണാടി ചില്ലുപോലാക്കിയിട്ടുണ്ട്. ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. പ്രൊഫഷണൽ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ടില്ലേ, മൊത്തം 2 വീലും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ചേസ് നമ്പറിൻ്റെ ഈ ഭാഗത്ത് ഞാൻ എന്താക്കിയെന്നറിയോ, ആദ്യം പെയിൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ ചെറിയ രീതിയിൽ നമ്മൾ ക്ലിയർ കോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇനി ഈ തുരുമ്പിൻ്റെ പ്രശ്നവും ടെൻഷനില്ല. പിന്നെ കണ്ടില്ലേ, നമ്മൾ ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നല്ല ഡസ്റ്റൊന്നും ഇല്ല, കുറച്ച് ഡസ്റ്റ് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ മൊത്തം ക്ലീൻ ചെയ്തിട്ട് നല്ല സൂപ്പറാക്കി അടിപൊളിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ഷോറൂമിൽ നിന്ന് വരുന്ന മാതിരി തന്നെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കിക്കറിനും ഫ്രീ ആയിട്ടൊന്ന് ക്ലിയറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇരിക്കട്ടെ, ഒരു ബൈക്ക് വന്നല്ലേ. അതിൻ്റെ തിളക്കം നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട്, റിഫ്ലക്ഷൻ കണ്ടില്ലേ. നല്ല ഈ വീഡിയോയിൽ എന്നാലും കുറവാണ്, ക്ലാരിറ്റി ഇല്ല ഫോണിൽ. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മൾ ക്ലിയർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഗ്ലേസിങ് വണ്ടി മൊത്തമായിട്ട് കുലുങ്ങുന്നുണ്ട് തിരിക്കുമ്പോൾ. എൻ്റെ ഗ്ലേസിങ് കണ്ടില്ലേ, ഫുള്ള് നല്ല കണ്ണാടി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഷീൽഡ് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ അത് ഉണ്ടായ ഷീൽഡിൻ്റെ മുകളിൽ സ്റ്റിക്കർ കയറ്റിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കളറാവും. അപ്പോൾ ഇനി എഞ്ചിൻ്റെ പണി മാത്രം ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം തുരുമ്പിൻ്റെ അത്യാവശ്യം എല്ലാ ഏരിയാസിലും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ 1-2 സ്ഥലങ്ങളൊക്കെ വിട്ടുപോയേക്കാം, എന്നാലും മാക്സിമം നല്ല ഫിനിഷിങ് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ. അപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇതിൻ്റെ പെയിൻറ്റിങ് പാർട്സായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യുന്ന സമയത്തൊക്കെയുള്ള കുറച്ച് വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തേക്കാം. യൂസ് ചെയ്ത ക്ലിയർ ഇതാണ്, നല്ല അടിപൊളി ക്ലിയറാണ്. പിന്നെ നമ്മളെ മാറ്റ് ഇതാണ്, മാറ്റ് ബ്ലാക്ക്. പിന്നെ യൂസ് ചെയ്ത പെയിൻറ്റ് മെറ്റാലിക് ഏതൊരു കളറാണ്, അത് ക്യാപ്സിയാണ് ബ്രാൻഡ്. പിന്നെ ഇതിൻ്റെ ടച്ച് നോക്കുന്ന പരിപാടി എല്ലാം കൂടി ഒരു ചെറിയൊരു മിനി ഗാരേജ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫോളോ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോ അല്ല, നമ്മളേതായ ചെറിയ കലാപരിപാടികൾ ഈ വീഡിയോയിൽ നമ്മളെ ചാനൽ വഴി വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.